ഡാനിൽ നിന്ന് തേടേണ്ടതുണ്ട്. അത് എറണാകുളം മൂഴിക്കുളത്ത് ഇന്നലെ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊന്ന കേസിലെ പ്രതി സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. കുഞ്ഞിനെ കൊല്ലാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഇനിയും വ്യക്തത വരാനുണ്ട്. സന്ധ്യയെ 14 ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. കാക്കനാട് വനിതാ ജയിലിലേക്ക് ഇവരെ മാറ്റി. വരും ദിവസങ്ങളിൽ സന്ധ്യയുടെ ഭർത്താവ് സുഭാഷിനെയും ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ഡാനി പോൾ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേർന്നു. ഡാനി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്നറിയേണ്ടത് സന്ധ്യയുടെ മാനസിക നിലയെ സംബന്ധിച്ചാണ്. അവർ മുൻപ് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് എന്ന വിവരങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് നേരെ ഉണ്ടായ നിലപാടുകൾ എങ്ങനെയായിരുന്നു? അവരോടുള്ള ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു? എന്താ ഈ കുഞ്ഞുങ്ങളെ മുൻപും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടത് പ്രത്യേകം കരുതിയില്ല? അങ്ങനെ പല പല ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് കുടുംബത്തെ കൂടി, പ്രത്യേകിച്ച് ഭർത്താവിനെ കൂടി ചോദ്യം ചെയ്യുകയും വേണം. നിലവിൽ എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ശ്രീജ, കഴിഞ്ഞ ദിവസം അവരെ റിമാൻഡ് ചെയ്യുമ്പോഴും ഈ കാര്യത്തിലുണ്ടായിരുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നൊരു വിഷയം, എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ ഇത്തരമൊരു കൊടും പാതകം ഒരു അമ്മ തന്നെ ചെയ്യാനിടയായ ഒരു സാഹചര്യം, മകളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുക, അത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക്, ആ ഒരു മാനസിക നിലയിലേക്ക് ഇവർ എങ്ങനെ എത്തപ്പെട്ടു എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ്. ഇതിൽ പരസ്പര വിരുദ്ധമായാണ് രണ്ട് വീട്ടുകാരും, സന്ധ്യയുടെ വീട്ടുകാരും ഭർത്താവ് സുഭാഷിൻ്റെ വീട്ടുകാരും സംസാരിക്കുന്നത്. ഒരു ഭാഗത്ത് സന്ധ്യയുടെ വീട്ടുകാർ പറയുന്നത് വീട്ടിൽ നിന്ന് അവർക്ക് ഗാർഹിക പീഡനം ഉണ്ടായിട്ടുണ്ട്, സന്ധ്യയുടെ മാനസിക നില സംബന്ധിയായ കാര്യങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമായി വന്നത് ഇതെല്ലാം തന്നെ അവർ പാടെ നിഷേധിക്കുന്നു എന്നതാണ്. മാത്രവുമല്ല, നേരത്തെയും കുട്ടികളെ കൊലപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മകൻ സുഭാഷിനൊപ്പം തന്നെയാണ്, മകൻ തന്നെ ഇത് പറയുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത് ഇതിലൊരു ശാസ്ത്രീയമായൊരു വിശകലനം തന്നെയാണ്. പ്രത്യേകിച്ച് അവരുടെ മാനസിക നില സംബന്ധിയായ കാര്യങ്ങൾ കൃത്യമായ രീതിയിലുള്ളൊരു വൈദ്യ പരിശോധന, സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ആവശ്യമാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ അതിനുവേണ്ടി കൂടിയുള്ളതാണ് എന്ന് തന്നെയാണ്. ഇതിനുശേഷം ഇവരെ കസ്റ്റഡി അപേക്ഷ നൽകുകയും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയും വേണം. അതിനൊരു മാനസിക വിദഗ്ധൻ്റെ അടക്കമുള്ള ഒരു സഹായം, മാനസിക രോഗ വിദഗ്ധനടക്കമുള്ള ഒരു സഹായം തേടുകയും എല്ലാം തന്നെ ചെയ്യാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെയും ഈ രണ്ട് കുടുംബത്തിലെയും ആളുകളുടെയും ഇന്ന് വിവരങ്ങൾ ശേഖരിക്കും. പ്രത്യേകിച്ച് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്ത് വാസ്തവമാണ് ഉള്ളത്, ഈ കുട്ടിയെ കൊലപ്പെടുത്തുക എന്ന രീതിയിലേക്ക് എത്തപ്പെടാൻ മറ്റേതെങ്കിലും രീതിയിലുള്ള കാരണങ്ങളുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. മറ്റാരെങ്കിലും ഈ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സന്ധ്യ ഇതിൽ സംസാരിച്ചിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. കോൾ രേഖകൾ ഇത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും വ്യക്തമാകാത്ത പല കാര്യങ്ങളും ഇതിലുണ്ട് എന്നത് തന്നെയാണ് വസ്തുത. കാരണം ഒരമ്മ കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊന്ന്, ഇതിനു മുൻപും പല ശ്രമങ്ങളും ഉണ്ടായിട്ടുള്ളതായി മകൻ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നതെല്ലാമാണ്. അപ്പോൾ ഇതിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. എന്താണ് കൃത്യമായി സംഭവിച്ചത്? ഇവരുടെ മനോനില തകരാറിലാണോ, അതോ ഇത് വെറുതെ പറയുകയാണോ? അങ്ങനെയല്ല എങ്കിൽ അത് കൂടുതൽ ഗൗരവമാകും. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് ഇന്നലെ ഈ അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. റൂറൽ എസ് പി അത് പറയുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ കൃത്യമായ രീതിയിലുള്ളൊരു പരിശോധനകൾ ഉണ്ടാകും. ഇവരെ കസ്റ്റഡിയിലേക്ക് വാങ്ങുകയും വേണം. അത്തരം പരിശോധനകൾ നടക്കും. അപ്പോൾ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. വരും സമയത്ത് തന്നെ ഒരുപക്ഷെ ഇന്ന് തന്നെയും കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചേക്കാം എന്നത് പരിഗണിക്കണമെന്നില്ല. സ്വാഭാവികമായ വരും ദിവസങ്ങൾ അത് പരിഗണിക്കപ്പെട്ടേക്കാം. ഡാനി പോളാണ് വിവരങ്ങൾ നൽകി.